ഹലോ, നമസ്കാരം. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? അപ്പോൾ ഇന്ന് ഒരു റീൽസ് കാര്യമൊന്നുമില്ല, ഒരു ചെറിയൊരു വിഷയം പറയാൻ വേണ്ടി വന്നു. ഒന്നുമില്ല, അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ എലക്ഷൻ അടുത്തുകൊണ്ട് നിൽക്കുകയാണ്, നിയമസഭ. അപ്പോൾ എന്താണ് എങ്ങനെയെന്ന് ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ മറ്റേ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കുറേ സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ നമ്മുടെ പൊന്നാനിക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ സക്കീർ, MK സക്കീർ. ഞാൻ ആദ്യം നോക്കി പേര് കറക്റ്റാണ് നോക്കി, അപ്പോൾ സക്കീർ തന്നെയാണ്. സാക്കിർ വിചാരിച്ചു, ഇപ്പോൾ സക്കീർ തന്നെയാണ്, പക്ഷേ തെറ്റാൻ പാടില്ലല്ലോ. അപ്പോൾ പൊന്നാനിലെ അദ്ദേഹം അപ്പോൾ അവിടെ എന്തോ ഒരു ഈ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചതിന് ശേഷം എന്തോ ഒരു ചെറിയൊരു സമരമൊക്കെ മുദ്രാവാക്യത്തിലേക്ക് നടന്നു പറഞ്ഞിട്ട്, അപ്പോൾ എന്തായത് കറക്റ്റ് ആറില്ല. അപ്പോൾ പാർട്ടിക്ക് വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ട ആൾ നിർത്തുന്നതൊക്കെ എന്തൊക്കെ ഒരു ഇത് നടന്നിട്ടുണ്ട്. അതൊന്നും കാര്യമുള്ള ഇതല്ല. അപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ ആളാരെന്നോ ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തീരുമാനിക്കുന്നൊക്കെ വനത്തിൽ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ബേപ്പൂര് അറിയാലോ, ബേപ്പൂര് നമ്മുടെ മുഹമ്മദ് റിയാസ് തന്നെയാണ്. പിന്നെ നമ്മുടെ തവനൂർ നമ്മുടെ KT ജില്ലയിൽ. അപ്പോൾ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ ഭയങ്കര പൊടിപൂരവും. BJPക്കാരിങ്ങനെ നടന്ന് തള്ളുണ്ട്, നടന്ന് തള്ള അത് ദികട് കിട്ടുക. അത് ഈ ഇലക്ഷൻ ആയി കഴിഞ്ഞാൽ അവരെ പ്രത്യേകിച്ചിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ പോരാല്ലോ. ഇപ്പോൾ ഏകദേശം കോൺഗ്രസിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ സംസാരിക്കണില്ല. അപ്പോൾ അത് എന്തിൻ്റെ ഇപ്പോൾ ഇത് എന്തായാലും ഇത്രേ എനിക്ക് പറയുള്ളൂ. അപ്പോൾ നാടിന് വേണ്ടി, അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, നാടിന് വേണ്ടിയിട്ട് ഞാനുള്ള കാര്യം, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഒരു മാർക്സിസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ കുറ്റം പറയില്ല. കാരണം എൻ്റെ ഓർമ്മയിലൊക്കെ ഒരു കോൺഗ്രസ് ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ എന്താ പറയുക ലീഡർ, അതേപോലെ തന്നെ രാജീവ് ഗാന്ധി, അങ്ങനെ കുറേ നേതാക്കന്മാർ ഭരിച്ചൊരു ഉണ്ട്. പിന്നെ അവിടുന്ന് ശേഷമുള്ള നമുക്ക് കുറേയൊക്കെ അറിയാം. പിന്നെ ഏക്കാനോട് വല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉമ്മൻചാണ്ടി നമുക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പം ഏത് മറ്റേ പാർട്ടിക്കാർ ഭരിച്ചാലും നല്ല ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നല്ല തന്നെ പറയുള്ളൂ. അപ്പോൾ എന്തായാലും പറയാനുള്ളത് തന്നെയാണ്, നല്ല ചെയ്തവർക്ക് വോട്ട് ചെയ്യുക, വീണ്ടും അവരെ അധികാരത്തിൽ വീണ്ടും വൻഭൂരിപക്ഷത്തോടെ നമ്മൾ വോട്ട് ചെയ്തിട്ട് അവർ വീണ്ടും അധികാരത്തിൽ കയറ്റിയിരുത്തുക. അത്ര നമുക്ക് പറയാം. നമുക്ക് ഉപകാരം അതല്ലേ നമ്മൾ. അതിനിപ്പോൾ ഏത് പാർട്ടി ആയിക്കോട്ടെ, ഉപകാരം ചെയ്യണവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അത്രയ്ക്ക് പറയാനുള്ളൂ. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് സഖാക്കൾക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ഇനി എന്താണെങ്കിൽ പൊങ്കാലയ്ക്ക് വരുമെന്നൊക്കെ അറിയില്ല. അപ്പോൾ ശരി, ഇതിനുള്ളൂ.